രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതൻ. മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് 3-ാം കേസിൽ ജാമ്യം കിട്ടിയതോടെ അവസാനിച്ചത് 18 ദിവസത്തെ ജയിൽവാസം. ആദ്യ പരാതിയിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ല, തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെ. മൊഴി നൽകി VSSC ശാസ്ത്രജ്ഞൻ. കവർന്നത് ചെമ്പ് പാളികളിൽ പൊതിഞ്ഞ സ്വർണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ ജയിലിൽ തുടരും. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. നിയമസഭയിൽ പിണറായി സതീശൻ വാക്പോര്. സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ എതിർക്കുന്നവരാണ് തങ്ങളെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം അസത്യം പ്രചരിപ്പിക്കുന്നു. കേരളത്തിലേത് തീവ്ര വലതുപക്ഷ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ച കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 6.19%. തനത് നികുതി വരുമാനം 3.1% കൂടിയെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ അമിത പ്രതീക്ഷ വേണ്ടെന്ന് ധനമന്ത്രി ന്യൂസ് 18നോട്. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ജനങ്ങളെ പറ്റിച്ചെന്ന് പ്രതിപക്ഷം. പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാർ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. സ്പീക്കർക്കെതിരെ ലോക് ഭവൻ. ഗവർണറുടെ കത്തിൽ സ്വീകരിച്ച നടപടി മര്യാദാ ലംഘനം. ലോക കേരള സഭയ്ക്ക് ഗവർണർക്ക് ക്ഷണമില്ല. MP-മാർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ കേരളത്തിൽ ഭിന്നത. യോഗത്തിൽ വ്യത്യസ്ത നിലപാടുണ്ടായെന്ന KPCC അധ്യക്ഷൻ. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേത്. നിയമസഭയിൽ പരിഗണിക്കേണ്ടവരുടെ സാധ്യതാ പട്ടിക കൈമാറി മലപ്പുറം DCC. സ്പ്രിംഗ്ലർ കേസിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തിയെന്ന വാദം നിലനിൽക്കില്ല. സർക്കാർ വിവരങ്ങൾ ശേഖരിച്ചതിൽ തെറ്റില്ലെന്നും ഹൈക്കോടതി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടം ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ. പൈലറ്റുമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടു. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഐക്യനീക്കത്തിൽ വെള്ളാപ്പള്ളിയുടേത് തന്ത്രപരമായി നീക്കുമെന്ന് G. സുകുമാരൻ നായർ. പൊളിച്ചതിനു പിന്നിൽ മറ്റാരുമില്ല. പത്മഭൂഷന് പിന്നിൽ രാഷ്ട്രീയമെന്നും പ്രതികരണം. NSSനെ തള്ളാതെ വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പരിശോധന SDPI പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച്. ചാവക്കാട്ടെ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും പരിശോധന.